പോകേണ്ടതായിരുന്നു, പോകുമായിരുന്നേനെ, പോകാൻ കഴിയുമായിരുന്നു, പോയിരിക്കാം. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഇതൊന്നും പഠിച്ചു ഒറ്റ സെൻറ്റൻസ് പഠിച്ചു വെക്കുക. എന്നിട്ട് സിറ്റുവേഷനിൽ മാറ്റി വാക്കുകൾ മാറ്റി ഉപയോഗിക്കുക കേട്ടോ. പോകേണ്ടതായിരുന്നു, അപ്പോൾ നമുക്ക് ആരെങ്കിലും പറഞ്ഞു വിടണ്ടേ? ആരെ പറഞ്ഞു വിടും? അവൻ തന്നെ പൊയ്ക്കോട്ടെ. അപ്പം ഹീ. പോകേണ്ടതായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഹീ ഷുഡ് ഹാവ് ഗോൺ. ഇനി അവൻ നിർബന്ധമായിട്ട് പോകണമെന്നാണെങ്കിൽ ഷുഡ് മാറ്റിയിട്ട് കുറച്ചും കൂടെ കടുപ്പിച്ച് പറയാൻ മസ്റ്റ് യൂസ് ചെയ്താൽ മതി. പോകുമായിരുന്നേനെ, അത് ഹൈപ്പോത്തറ്റിക്കലാണ്, ഇമാജിനറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാവനയിൽ പറയണം. പോവായിരുന്നേനെ എന്ന് പറയാൻ വേണ്ടി വുഡ് ഹാവ്. അപ്പം ഹീ വുഡ് ഹാവ് ഗോൺ. പോകാൻ കഴിയുമായിരുന്നു, പക്ഷെ അവൻ പോയില്ല. എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ അവൻ പോയില്ല എന്നൊക്കെ പറയില്ലേ? അപ്പം പോകാൻ കഴിയുമായിരുന്നു പറയാൻ വേണ്ടി ഹീ കുഡ് ഹാവ് ഗോൺ. അവന് പോകാൻ കഴിയുമായിരുന്നു. പോയിരിക്കാം നമ്മൾ പറയുക. ഇപ്പം വീട്ടിലാരും ഉണ്ടാവില്ല, അവർക്ക് പുറത്ത് പോയിരിക്കുക എന്നൊക്കെ പറയില്ലേ? അതുപോലെ അവൻ പോയിരിക്കാം എന്ന് പറയാൻ വേണ്ടി ഹീ മേ ഹാവ് ഗോൺ. നല്ല ഉറപ്പുണ്ടെങ്കിൽ മേ ഹാവ്. ഇനി അത്ര ഉറപ്പില്ലെങ്കിൽ നമുക്കവിടെ മൈറ്റ് ഹാവ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി പറയുക, ടെൽ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇമാജിനറി ആയിട്ട് കുറേ സെൻറ്റൻസുകൾ ഇതുപോലെ ഒന്ന് ഫ്രെയിം ചെയ്തിട്ട് അയച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.